ഇത് ഒരു കുടിയേറ്റ കഥയാണ്. കുടിയേറ്റത്തിന്റെ നോവും നൊമ്പരങ്ങളും അറിഞ്ഞ് കാട്ടുമൃഗങ്ങളോടും മഹാവ്യാധികളോടും പടവെട്ടി മലബാറിന്റെ മലമടക്കുകളെ വിളനിലമാക്കി മാറ്റിയ കർമ്മനിരതരായ ഒരു ജനസഞ്ചയത്തിന്റെ കഥ. പുതുതലമുറ അവരുടെ വേരുകൾ തേടുന്ന പുതുയാത്രയുടെ കഥ. സങ്കീർത്തനങ്ങൾ 78:1-7 പറയുന്നു, എന്റെ ജനമേ, എന്റെ ഉപദേശം ശ്രവിക്കുക, എന്റെ വാക്കുകൾക്ക് ചെവി തരിക. ഞാനൊരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിന്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. അവരുടെ മക്കളിൽ നിന്നും നാം അത് മറച്ചു വെക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. അവിടുന്ന് യാക്കോബിന് പ്രമാണങ്ങൾ നൽകി, ഇസ്രായേലിന് നിയമവും. അത് മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു. വരാനിരിക്കുന്ന തലമുറ, ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും. എന്റെ കളർ പെൻസിൽ എടുത്തേ? ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. നീ അല്ലാതെ ഇവിടെ ആരും അത് എടുക്കില്ല. മര്യാദയ്ക്ക് എനിക്ക് തിരിച്ചു തന്നു. പിള്ളേരെ, അവിടെ കിടന്ന് ഒച്ച വെക്കാതെ. ചാച്ചൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? ശല്യം ചെയ്യാതെ. എടി കാത്തു, അമ്മാമ്മ പോയത് കൊണ്ട് അച്ചാച്ചൻ ആകെ മൂഡ് ഔട്ടാണ്. അച്ചാച്ചനൊന്ന് ഹാപ്പി ആക്കാൻ എന്താ ഒരു വഴി? അല്ല ചേച്ചി, നമുക്ക് പയ്യെ പുറകെ കൂടെ ചെന്ന് ഇക്കിളിയാക്കിയാലോ? പോടി, ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഇക്കിളിയാക്കാൻ പാടില്ല. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? അമ്മാമ്മ ഉണ്ടായിരുന്നപ്പോ അച്ചാച്ചൻ എത്ര സന്തോഷവാനായിരുന്നു. നമ്മുടെ കൂടെ കളിക്കാനും കഥ പറയാനും എല്ലാം കൂടുമായിരുന്നു. എടി മണ്ടി, അമ്മാമ്മ മരിച്ചോണ്ടല്ലേ ജർമ്മനിന്ന് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത്. എല്ലാവർക്കും ഈ സങ്കടമൊക്കെ വന്നത്. നമുക്ക് അച്ചാച്ചനെയും കൊണ്ടൊരു കഥ പറയിപ്പിക്കാം. അച്ചാച്ചൻ അത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നോക്കാം. അച്ചാച്ചാ, അച്ചാച്ചാ, എണീക്ക് അച്ചാച്ചാ, എണീക്ക് അച്ചാച്ചാ. എന്നാ പിള്ളേരെ, നിങ്ങൾ എപ്പോ വന്നു? കുഞ്ഞുണ്ണേ, ഇത്തിരി കട്ടറിങ് എടുത്തേടി. അച്ചാച്ചാ, അച്ചാച്ചന്റെ കുഞ്ഞുപെണ്ണ് പോയി. എല്ലാം മറന്നുപോയോ? ആ, ശരിയാണല്ലോ, അബദ്ധം പറ്റിപ്പോയി. ഞാനതങ്ങ് മറന്നുപോയി മക്കളെ. അവള് പോയി. ആ, അകത്താരാ ഉള്ളത്? നിങ്ങളുടെ അമ്മയുടെ പേരെന്താ മക്കളെ? ഞാനങ്ങ് മറന്നുപോയി. ദീനാമ. ഈ ചാച്ചന്റെ ഒരു മറവി. കിളി പോയോ? എടി ദീനാമേ, ഇത്തിരി കട്ടനിങ് എടുത്തേടി. ഓ, ഇപ്പൊ എടുക്കാൻ ചാച്ചാ. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോ അച്ചാച്ചൻ ഒരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ? കാട്ടാനയോടും കാട്ടുപോത്തിനോടൊക്കെ പടവെട്ടിയ കഥ. അത് പറഞ്ഞു താ അച്ചാച്ചാ, പറ. അല്ലോ, കാത്തൂനെ വിളിച്ച് അപ്പുറത്തെങ്ങാനും പോയി കളിക്കേ. ഇതാ ചാച്ചാ കാപ്പി. ചാച്ചൻ അവിടെ സ്വൈരായിട്ടൊന്ന് ഇരുന്നോട്ടെ. അച്ചാച്ചൻ കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞമ്മ. ഞങ്ങളത് കേക്കട്ടെ പ്ലീസ് അമ്മ. അവരവിടെ ഇരിക്കട്ടെ കൊച്ചേ. ദീനാമേ, എല്ലാവരും പോയോടി. ഇനി നിങ്ങൾക്ക് എന്നാടി പോകേണ്ടത്? ഞങ്ങളുടെ കാര്യം തീരുമാനമായില്ല ചാച്ചാ. ജോണിച്ചൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പോലെ ഇരിക്കും. അവനെന്താ നേരത്തെ പോയി കളഞ്ഞത്? ഒന്നിച്ചു പോയാ പോരായിരുന്നോ? അതിപ്പം അങ്ങേർക്കധികം അവധിയൊന്നും എടുക്കാൻ പറ്റുന്ന ജോലിയല്ല ചാച്ചാ. ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് ആർക്കും ഉത്തരവാദിത്തമില്ലാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ.
സ്വന്തം അപ്പനും അമ്മയും അല്ലേ മോളെ? ചാച്ചൻ എന്താ അങ്ങനെ പറഞ്ഞത്? ചാച്ചന്റെ മറ്റു മക്കളെ പോലെയാണോ ഞങ്ങൾ? ചാച്ചന്റെയും അമ്മയുടെയും എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഓടി വരുന്നില്ലേ? അന്വേഷിക്കുന്നില്ലേ ചാച്ച? നിങ്ങളെ ഉദ്ദേശിച്ചല്ല മോളെ ഞാൻ പറഞ്ഞത്. ഒരു പൊതുതത്വം പറഞ്ഞെന്നേ ഉള്ളൂ. ഇന്ന് നാട്ടില് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. അച്ചാച്ച വാ, കഥ പറയാം, കഥ പറ. പറയാം. ഇന്ന് കഥ പറയാൻ നല്ല ദിവസമാണ്. അതെന്താ ഇന്ന് ഇത്ര പ്രത്യേകത? ഇന്ന് പേത്തറത്തെ അല്ലേ? ത്രേത്യയോ? ത്രേത്യക്ക് പേ പിടിച്ച കഥയാണോ പറയാൻ പോകുന്നത്? പൊട്ടത്തരം പറയാതെ പെണ്ണെ. പേത്രത്ത, അതായത് നോമിന്റെ തലേ ദിവസം. തന്നെ അതിന്റെ അർത്ഥമറിയാമോ നിങ്ങൾക്ക്? ഇല്ല ചാച്ച, പറ. തിരിഞ്ഞു നോട്ടമെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ജീവിതത്തെ പിന്തിരിഞ്ഞു നോക്കി പരിശോധിക്കുന്ന ദിവസമാണ് പേത്രത്ത. ചെയ്തു പോയ തെറ്റുകൾക്ക് ദൈവ തിരുമുമ്പാകെ മാപ്പിരന്ന് പ്രായശ്ചിത്തം ചെയ്യുന്ന കാലമാണ് നോമ്പ് കാലം. ഇന്ന് ഈ പേത്രത്ത ദിനം ഇച്ചാച്ചൻ നടന്നു തീർത്ത കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ ഒന്ന് തിരിഞ്ഞു നടക്കാം മക്കളെ. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു പോകണം. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം, വന്ന വഴിയോർത്തോർത്തു പോകണം. മുള്ളു പതിച്ചൊരാവേ. മക്കളെ, അച്ചാച്ചൻ കഥ തുടങ്ങട്ടെ. ഇടയ്ക്ക് മക്കൾ ഉറങ്ങിപ്പോകല്ലേ. ഇല്ല ചാച്ച, ഞങ്ങൾ ഉറങ്ങില്ല. ചാച്ചൻ ഉറങ്ങാതിരുന്നാ മതി. മക്കളെ, ഏകദേശം 70 വർഷം മുമ്പ് പാലായിലെ കൊഴുവനാൽ എന്ന സ്ഥലത്ത് നിന്ന് അച്ചാച്ചന്റെ കുടുംബം ഇങ്ങോട്ട് ഈ മലബാറിലേക്ക് കുടിയേറി. അപ്പനും അമ്മയും 2 ജ്യേഷ്ഠന്മാരും അവരുടെ ഭാര്യമാരും മക്കളും, പിന്നെ ഈ ഇളയവനായ ഞാനും. അന്ന് എനിക്ക് 23 വയസ്സ്. പാലായിൽ നിന്നും ആലുവയിൽ വന്ന് ട്രെയിൻ കയറി പഴയങ്ങാടിയിൽ ഇറങ്ങി. അവിടെ നിന്ന് ബോട്ടിൽ കയറി കൂവേരിയിലെത്തി. അവിടുന്ന് കെട്ടും പാണ്ഡവുമായി നടന്ന് പിറ്റേന്ന് വൈകുന്നേരം ഇവിടെ എത്തി. തമ്പുരാനിൽ പ്രത്യാശയർപ്പിച്ച് ജീവിതം ആരംഭിച്ചു. മക്കളെ നോക്ക്, ആ മല മുതൽ ഈ പുഴ വരെയാണ് നമ്മൾ വാങ്ങിയ സ്ഥലം. സ്ഥലമൊക്കെ അവിടെ കിടക്കട്ടെ, അതെങ്ങും പോകുകയില്ല. എല്ലാവരും കൂടി ഈ രാത്രി എവിടെ കിടക്കും? ഇന്ന് ഈ മരച്ചുവട്ടിൽ കൂടാം, നാളത്തേക്ക് എന്തെങ്കിലും നമുക്ക് കുത്തിക്കൂട്ടാം. അല്ലേടാ കുഞ്ഞുവർക്കി?
മതി ചാച്ചാ, പെണ്ണുങ്ങളും പിള്ളേരും കിടന്നുറങ്ങട്ടെ, നമുക്ക് കാവലിരിക്കാം. ചേച്ചമ്മേ, ഇച്ചിരി കട്ടൻ കാപ്പി അനത്തടി. തൊമ്മിക്കുഞ്ഞും കൊച്ചപ്പം കൂടി ഒരു അടുപ്പം കിട്ടാടാ. ലില്ലിക്കുട്ടി, അപ്പുറത്തു നിന്ന് ഒരു കലം വെള്ളം ഇങ്ങെടുത്തേടി. ലില്ലിക്കുട്ടി, ഒരു വലിയ കലം വെച്ച് ഇടങ്ങഴി അരി കൂടി കഴുകിയിട്. കൂട്ടാനിപ്പം വേപ്പിലക്കട്ടിയും മാങ്ങാ അച്ചാറും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് മതി. പിള്ളേരെ, ഇരുട്ടായി. ആ കാന്തൽ കത്തിക്ക്. കുരിശുരൂപം കൊണ്ടുവന്നത് എന്തിയേ? ചാച്ചാ, വല്ല കാട്ടുമൃഗങ്ങളും വരുമോ? പേടിയാകുന്നു. ഒന്നും നമ്മളെ ഉപദ്രവിക്കുകയില്ല മക്കളെ. കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ ഉറങ്ങുന്നത്. ആ കരങ്ങൾ നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. നീ വേദപുസ്തകം ഒന്നെടുത്ത് 91 സങ്കീർത്തനം വായിച്ചേ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവും ആയിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുഭാഗത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ഇപ്പോൾ നിന്റെ പേടി പോയില്ലേ? തമ്പുരാൻ്റെ ഉറപ്പാണത്. അവിടുത്തെ ആശ്രയിക്കുക, നമുക്കൊരു കുറവും ഉണ്ടാവുകയില്ല. മക്കളെ, ഇരുട്ടായി, വാ കുരിശാരിക്കാം. പിള്ളേരെ, പാട്ട് തുടങ്ങിക്കോ. അവന്മാർ കുളിക്കാൻ പോയിട്ട് കണ്ടില്ലല്ലോ. വന്നാൽ കഞ്ഞി വിളമ്പായിരുന്നു. പെണ്ണെ, വിളക്കിന്റെ വെട്ടം ഇത്തിരി കൂട്ടിക്കാടി. പിള്ളേർക്ക് കഞ്ഞി കൊടുക്കടി, അതുങ്ങൾക്ക് നല്ല ക്ഷീണം കാണും. ഒത്തിരി നടന്നതല്ലേ, കിടന്നുറങ്ങട്ടെ. ചാച്ച, നമ്മൾ ബോട്ട് ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരെന്താ? കൂവേരി. അവിടെ നിന്നും 5-10 മൈൽ നമ്മൾ നടന്നു. ഈശോയെ, 5-10 മൈലാ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയേറെ നടന്നിട്ടില്ല. ഇനി എത്ര നടന്നാലാണ് മക്കളെ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോവുക? മക്കള് കഞ്ഞി കുടിച്ച് കിടന്നു കേട്ടോ. അന്നു രാത്രി ആ കുടുംബം ദൈവകരങ്ങളിൽ ഉറങ്ങി. ആ കുഞ്ഞുങ്ങൾ മധുര സ്വപ്നങ്ങൾ കണ്ടു. അവരുടെ സ്വപ്നങ്ങളിൽ മാലാഖ കുഞ്ഞുങ്ങൾ നൃത്തമാടി.
ഇന്നലെ അന്തിക്ക് ആ പുലിക്കുന്നിന്റെ അവിടെ ഒരു പുതിയ കൊടി വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. പാലാക്കാര് ചേട്ടന്മാരാണെന്ന്. നായരെ, തന്റെ മോൻ അപ്പുക്കുട്ടൻ എന്റെ ഔക്രയം കൂട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അവര് വന്നോ? ഈ ആഴ്ച വരും എന്ന് പറഞ്ഞായിരുന്നു. പാലാ കൊഴുവനക്കാരാ ഒരു അവരാച്ചേട്ടൻ. അതുങ്ങള് രാത്രിയിൽ എവിടെ കിടന്നു ആവോ? വല്ല മരച്ചോട്ടിലും കിടന്നു കാണും. നമ്മളൊക്കെ അങ്ങനെ തന്നെ തുടങ്ങിയവരല്ലേ? നിങ്ങൾ അങ്ങനെ കിടന്നു എന്ന് വെച്ച് എല്ലാരും അങ്ങനെ ആവണം എന്നില്ല. ഇന്നലെ ആയിരുന്നെങ്കിൽ ഈ പന്തലിൽ കിടത്തിയനെ. എന്നാലേ ചായ കുടിച്ചിട്ട് എല്ലാരും കൂടി അങ്ങ് ചെന്ന് ഒരു കൂനാച്ചി കൂട്ടിക്കൊടു. ഇവിടെ പിള്ളേരങ്ങോട്ട് പോയിട്ടുണ്ട്. വേഗം കൂടി നായരെ, നമുക്ക് പോകാം. ആന്റപ്പ വരുന്നോടാ? പിന്നെ വരുന്നു. ആന്റപ്പനില്ലാതെ ഈ പുലിക്കുന്നിൽ എന്തെങ്കിലും നടക്കുമോ? ഉമ്മ കിളത്തല്ലേ, ഈ പാവം പിഴച്ചു പോക്കോട്ടെ. നീ ഈ നാടിന്റെ മൊഞ്ചല്ലേടാ കുട്ടാ. കുട്ടിച്ച, നമ്മുടെ ഹംസക്കായുടെ മോടെ കല്യാണമല്ലേ നാളെ? അവിടെയും കൂടി ഒന്ന് പോണം. ഇങ്ങള് നടന്നോളി. ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാനും വന്നേക്കാം. കല്യാണമേ, കന്യകളാസി
വെച്ചുള്ള മൈലാഞ്ചി തൊട്ടാട്ടേ കുടുങ്ങും പെണ്ണിന്റെ വിളങ്ങും കയ്യില് മൈലാഞ്ചി ഇട്ടാട്ടേ മൈലാഞ്ചി ഇട്ടാട്ടേ പുതുസഭയിലങ്ങണ പെണ്ണിനെ കണ്ടാട്ടേ മടിച്ചു നിൽക്കാതെ പുതുക്ക പെണ്ണിന് മൈലാഞ്ചി ഇട്ടാട്ടേ കൂട്ടുകുടുംബങ്ങൾ അരച്ചു വെച്ചുള്ള മൈലാഞ്ചി തൊട്ടാട്ടേ കുടുങ്ങും പെണ്ണിനെ വിളങ്ങും കയ്യില് മൈലാഞ്ചി ഇട്ടാട്ടേ മൈലാഞ്ചി ഇട്ടാട്ടേ. സുവർണ പെണ്ണിന്റെ കളിക്കൂട്ടുകാർ അടുത്തു വന്നാട്ടേ സുറൂറിൽ മുങ്ങിയ എടുക്കി കുട്ടിക്ക് മൈലാഞ്ചി ഇട്ടാട്ടേ സുവർണ പെണ്ണിന്റെ കളിക്കൂട്ടുകാർ അടുത്തു വന്നാട്ടേ സുറൂറിൽ മുങ്ങിയ എടുക്കി കുട്ടിക്ക് മൈലാഞ്ചി ഇട്ടാട്ടേ. ഉമ്മയും ഉപ്പയും ചേർന്ന് നല്ല ഉമ്മണി സ്നേഹത്തിൽ ഇന്ന് ഉമ്മയും ഉപ്പയും ചേർന്ന് നല്ല ഉമ്മണി സ്നേഹത്തിൽ ഇന്ന് ഇന്നത്തെ രാവിലെ അമ്മായി മുത്തമ്മ എല്ലാരും വന്നാട്ടേ ഈണങ്ങൾ പൊങ്ങുന്ന താളത്തിൽ എത്തിച്ച് മൈലാഞ്ചി ഇട്ടാട്ടേ. ഇന്നത്തെ രാവിലെ അമ്മായി മുത്തമ്മ എല്ലാരും വന്നാട്ടേ ഈണങ്ങൾ പൊങ്ങുന്ന താളത്തിൽ എത്തിച്ച് മൈലാഞ്ചി ഇട്ടാട്ടേ. മംഗല പുതുസഭയിൽ അങ്കണ പെണ്ണിനെ കണ്ടാട്ടേ മടിച്ചു നിൽക്കാതെ പുതുക്ക പെണ്ണിനെ മൈലാഞ്ചി ഇട്ടാട്ടേ കുടുംബങ്ങൾ അരച്ചു വെച്ചുള്ള മൈലാഞ്ചി തൊട്ടാട്ടേ കുടുങ്ങും പെണ്ണിനെ വിളങ്ങും കയ്യില് മൈലാഞ്ചി ഇട്ടാട്ടേ മൈലാഞ്ചി ഇട്ടാട്ടേ. ഒപ്പന പാട്ടിന്റെ കൈമുട്ടം താളത്തിൽ തുടിച്ചു നിന്നാട്ടേ ഒപ്പത്തിനൊപ്പം ചേർന്നെല്ലാരും പിരിച്ചെത്തി മൈലാഞ്ചി ഇട്ടാട്ടേ ഒപ്പന പാട്ടിന്റെ കൈമുട്ടം താളത്തിൽ തുടിച്ചു നിന്നാട്ടേ ഒപ്പത്തിനൊപ്പം ചേർന്നെല്ലാരും പിരിച്ചെത്തി മൈലാഞ്ചി ഇട്ടാട്ടേ. കണ്ണിക്ക് സുന്നത്തായി അന്ന് മിന്നും ജന്നത്തിൽ നിന്നിത് വന്ന് കണ്ണിക്ക് സുന്നത്തായി അന്ന് മിന്നും ജന്നത്തിൽ നിന്നിത് വന്ന് വന്നല്ലോ മൈലാഞ്ചി കല്യാണ പെണ്ണിന് റങ്ക് വരുത്താനായി ആഘോഷ നാളിൽ തരുണിക്ക് ശോഭ വരുത്താനായി മംഗള പുതുസഭയിൽ അങ്കണ പെണ്ണിനെ കണ്ടാട്ടേ മടിച്ചു നോക്കാതെ പുതുക്ക പെണ്ണിന് മൈലാഞ്ചി ഇട്ടാട്ടേ കൂട്ടുകുടുംബങ്ങൾ അരച്ചു വെച്ചുള്ള മൈലാഞ്ചി തൊട്ടാട്ടേ കുടുംബം പെണ്ണിന്റെ വിളങ്ങും കയ്യില് മൈലാഞ്ചി ഇട്ടാട്ടേ മൈലാഞ്ചി ഇട്ടാട്ടേ. ചേച്ചി നമുക്ക് അങ്ങോട്ട് പോകാം. വേണ്ട, ചാച്ചൻ വന്ന് കൊണ്ടുപോകും. ചേച്ചമ്മേ കട്ടൻ കാപ്പി തെളിച്ചോടി. കുഞ്ഞുവർക്ക് ഇപ്പൊ വരും, അത് കൊടുത്തു വിടണം. രാവിലെ കഴിക്കാൻ എന്താ കൊടുക്കുവാ? അവരഞ്ചെട്ട് പേരില്ലേ, പിന്നെ നമ്മളും. അമ്മേ, കഞ്ഞിയും വെക്കാം, പയറുകറിയും വെക്കാം, പിന്നെ അച്ചാറൊക്കെ ഉണ്ടല്ലോ. ചേട്ടത്തിയേ, നിങ്ങ വിഷമിക്കേണ്ട. രാവിലത്തെ കഴിക്കാനുള്ള വക ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 2 ചുവട് കപ്പ ഞാൻ ഇങ്ങ് പറിച്ചു. ചെന്ന് പുഴുങ്ങി കാന്താരി അരച്ചോളി. മക്കളിങ്ങ് വരി. കുട്ടൻ കൈ നീട്ടിക്കേ. ലേശ ഉണ്ണിയപ്പം ചേച്ചിമാർക്കും കൊടുക്കണേ. അമ്മച്ചി, ഞാൻ ബീവാത്തു. എല്ലാരും എന്നെ ബീത്തുമ്മാന്ന് വിളിക്കും. ദാ ആ വളവിനപ്പുറം ഒരു ചെറിയ പീടിക നടത്തുന്നു. എല്ലാ കൂട്ടവുമുണ്ട്. ചായയുണ്ട്, അരി, പഞ്ചാര, ഉപ്പ്, മുളക്, ഉണക്കമീൻ, ചുരുക്കി പറഞ്ഞാൽ ഒരു വീട്ടിൽ വേണ്ട എല്ലാ വകയും ഉണ്ട്. പെണ്ണുങ്ങൾ കട നടത്തുക, അതും ഈ മലയില്. ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ മോളെ?
പീടികയും പൊരയും ഒന്ന്. ചുരുക്കി പറഞ്ഞാൽ ഒന്നിച്ചൊരു തട്ടിക്കൂട്ടം. അതേയുള്ളു സ്വന്തമായി. അപ്പോ ഉമ്മയുടെ ഭർത്താവോ? അതൊക്കെ ഒരു കഥയാ കൊച്ചേ. അത് ഞാൻ അത്തറും സെന്റും ഒക്കെ ചില്ലുകൂട്ടിൽ കൊണ്ട് നടന്ന് വിൽക്കുന്ന പണിയാ. വല്ലപ്പോഴും വരും. ചുരുക്കി പറഞ്ഞാൽ ഉറൂസും നേർച്ചയും പെരുന്നാളും കൂടി നടക്കുന്നു. നാട്ടുകാരുടെ കോയാക്ക. ഉമ്മയുടെ മക്കളോ? ഞാൻ 3 പെറ്റതാ മക്കളെ. 2 എണ്ണത്തിന് അള്ളാവ് മേലോട്ടെടുത്തു. മലമ്പനിയായിരുന്നേ. ഒരെണ്ണം ദേ ആ തണ്ടും പിടിച്ചു നിൽക്കുന്നത് പച്ച ബനിയനിട്ട കൊച്ചൻ, എന്റെ ഔക്കറ് കുട്ടി. ഓനിപ്പോ 21 വയസ്സായി. നാട്ടുകാർക്കെല്ലാം വേണ്ടി ഓടി നടക്കുക. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് കാലണയുടെ ഉപകാരമില്ല. തിന്നാൻ നേരം കേറി വന്നോളും, അത്ര തന്നെ. ഉമ്മയുടെ നാട് എവിടെയാ? അതും ഒരു കഥയാ കുഞ്ഞെ. ഞാനേ ഈരാറ്റുപേട്ടക്കാരിയാ. പാലായും പേട്ടയും അടുത്തടുത്ത കരകളല്ലേ. കോയക്ക അത്തറും സുറുമയും വിറ്റ് വിറ്റ് ഈരാറ്റുപേട്ടയിൽ എത്തിയപ്പോ ഇമ്മളെ കണ്ടു, ബോധിച്ചു. പോയി ഉപ്പാന്റെ അടുക്കൽ ചോദിച്ചു, മോളെ തന്നേക്ക് എന്ന്. ഞങ്ങൾ 4 പെണ്ണുങ്ങളാണേ. മംഗലം നടത്താൻ ഒരു മാർഗവും ഉപ്പായിക്കില്ലായിരുന്നു. ഉപ്പ സമ്മതിച്ച്. അങ്ങനെ മംഗലം നടന്നു. ആള് ചപ്പാരപ്പടുകാരൻ മാപ്പിളയായിരുന്നു. ഓരുടെ വീട്ടിൽ ഉമ്മയുമായി എന്നും വഴക്ക. ഇമ്മളെ വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് ചെന്നതല്ലേ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മലകേറി പോരേണ്ടി വന്നു മക്കളെ. ഇമ്മള് തിരുവിതാംകൂറുകാര് വന്നാൽ എനിക്ക് വലിയ സന്തോഷാണ്. ഉമ്മയുടെ രീതിയിൽ വർത്താനം പറയാലോ. ഈരാറ്റുപേട്ടയെന്ന് വേരറ്റുമല്ലേ? ശരിയാ മക്കളെ, ഒരർത്ഥത്തിൽ വേരറ്റു പോന്നതാ. അത് ഞാൻ ഇതുവരെ വന്നില്ലല്ലോ. ഈ കാപ്പിയും കൊണ്ട് ആരാ പോണേ? ഇങ്ങോട്ട് കൊണ്ടാ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ചേർത്തിയേ കട്ടൻ ചായ തന്നേരെ. ആ ഇതാര് ദീപത്തുമ്മയാ. ഇവിടെ ഇനി ആരും മിണ്ടണ്ട, എല്ലാം വൈത്തുമ്മ ചുരുക്കി പറഞ്ഞോളും. പോട ചെക്ക, നിന്റെ അപ്പൻ നായരങ്ങ് എത്തിയില്ലേ. ഈ കലത്തിലെ കാപ്പി മുഴുവൻ അയാള് മോന്തി തീർത്തോളൂ. ഇതിന്റെ ബാക്കി പിന്നെ ചുരുക്കി പറയാവേ. ഇപ്പൊ പറഞ്ഞു പോടാ കന്നാലി. ആ ശിവരാമൻ നായരുടെ മാന അപ്പുക്കുട്ടൻ ഒന്നേയുള്ളൂ. ഓലക്കയ്ക്ക് അടിക്കാത്തതിന്റെ കുഴപ്പമുണ്ട്. ഔക്കറിന്റെ വലിയ കൂട്ടാ. ചുരുക്കി പറഞ്ഞ 2 ആളും കൂടി ചക്കരയും മീച്ചയും പോലെയാ. എന്നാ പിന്നെ ഞാനങ്ങ് ഇറങ്ങട്ടെ. ഉച്ചയ്ക്ക് 5-6 ആൾക്ക് കഞ്ഞി കൊടുക്കണം. തോട്ടപ്പണിക്കാരാ, റബ്ബറിന് കുഴിയെടുക്കുന്നുണ്ട്. 1 മാസം കാണും അവര്. ആട്ടെ, ഉച്ചയ്ക്ക് എന്നതാ കൂട്ടാൻ വെക്കുന്നത്? എന്തേലും ഉണ്ടോ ഇവിടെ? ഉണക്കപ്പയറുണ്ട്, അച്ചാറും ഉണ്ട്. ഉണക്കില്ലേ? ഉണക്കമീനേ വന്നിട്ട് കടയിലെങ്ങും പോകാൻ പറ്റിയില്ലെന്നേ. എന്റെ അടുത്തുണ്ട്. മക്കള് വാ, തന്നു. വേണ്ടെന്നേ. ഇത് നല്ല കൂത്ത്. ചുരുക്കി പറഞ്ഞാൽ ഇത്തിരി ഉണക്കമീനെങ്കിലും ഇല്ലാതെ ഈ പാലക്കാര് ചേട്ടന്മാര് ചോറുണ്ണോ? മക്കള് വാ. ശിവരാമൻ നായരെ, ഇവിടെ അടുത്ത് പള്ളി എവിടെയാ? അങ്ങ് ആലക്കോട് വരെ പോണം. 10-12 മൈൽ നടക്കണം. ഇവിടുന്ന് ആരും പോകാറില്ല. ആരെങ്കിലും മരിച്ചാൽ എല്ലാവരും കൂടി അങ്ങോട്ട് ചുമന്നുകൊണ്ട് പോകും. അപ്പോ മാമോദിസയും കല്യാണമൊക്കെയോ? കൊച്ചുങ്ങളുണ്ടായി 2-3 മാസം കഴിഞ്ഞാൽ മാമൂദിസയ്ക്ക് കൊണ്ടുപോകും. തലേദിവസം പോയി അവിടെ ബന്ധുക്കളുടെയോ പരിചയക്കാരുടെയോ വീട്ടിൽ കിടക്കും. രാവിലെ മാമൂദിസ കഴിഞ്ഞ് തിരികെ നടക്കും. വഴി മുഴുവൻ തെരുവക്കാട്, പന്നിയും കുറുക്കനും ഒക്കെ കാണും. കല്യാണത്തിനും അങ്ങനെയൊക്കെ തന്നെയാണ് പോക്കും വരവും. കുഞ്ഞുവക്കേ, ഒരു ബീഡി ഇങ്ങ് താടാ. എന്റെ ചാച്ച, ഈ മൂർഖം വലിയ ഒന്ന് നിർത്താവോ? രാത്രി കിടന്ന് എന്നാ ചുമയാ.
നമുക്കും വേണ്ടേടാ ഇവിടെ ഒരു പള്ളി. അതിപ്പം നടക്കുന്ന കാര്യമാണോ ചേട്ടാ? സ്ഥലം വേണം, പള്ളി പണിയണം, മെത്രാനച്ഛൻ്റെ അനുവാദം വേണം, പിന്നെ ചക്രവും വേണ്ടേ? ഇവിടെ എല്ലാവരും അർദ്ധ പട്ടിണിക്കാരല്ലേ? ഒരുമയുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും. കുഞ്ഞുവർക്കി, തൊമ്മിക്കുഞ്ഞെ, കുഞ്ഞേപ്പെന്തിയടാ? അവനും ആ ഔക്കുറും അപ്പവും കൂടി കാവൽ മാടത്തിലേക്കാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. കപ്പയിലൊക്കെ എന്നാ പന്നിശല്യ ചാച്ചാ. അവൻ കാവൽ കിടക്കട്ടെ. എടാ മക്കളെ, നമുക്കൊരു പള്ളി വയ്ക്കാൻ സ്ഥലം കൊടുത്താലോ? ഞാനത് അപ്പനോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. കുഞ്ഞുവർക്കി, ഇവൻ ഇങ്ങനെയാ, ഒന്നും പറയാറില്ല, എന്നാൽ എല്ലാം പറയാനിരിക്കത്തേ ഉള്ളൂ. ദാ അവിടെയാ ചെറുകുന്നിന്റെ താഴെയുള്ള സ്ഥലം അങ്ങ് കൊടുക്കാം. എടാ കുഞ്ഞുവർക്കി, ബീഡി എന്തിനാടാ തന്നത്? തിന്നാനാണോടാ? ചാച്ചൻ ഇത് കത്തിച്ചില്ലായിരുന്നോ? കുന്നിന്റെ മുകളിലല്ലേ നല്ലത്? പള്ളി എവിടെ നിന്നാലും കാണാലോ. അത് ശരിയാ, പക്ഷേ വയസ്സാകുമ്പോൾ കുന്നുകയറ്റം ഒരു ബുദ്ധിമുട്ടാകും. റോഡും വെട്ടിക്കയറ്റണ്ടേ? അപ്പം പള്ളിക്കുള്ള സ്ഥലമായി, ഇനി പള്ളി പണിയണ്ടേ? എടാ, ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ എനിക്കൊരു വീടുണ്ടാക്കി തന്നില്ലേ? നമ്മൾ ഒന്നിച്ചു നിന്നാൽ തൽക്കാലം ഒരു ചെറിയ പള്ളി ഉണ്ടാക്കാം. നമുക്കൊരു 50 കുടുംബക്കാരെങ്കിലും ഇവിടെ ഉണ്ടാവില്ലേ? അങ്ങനെ പള്ളിയുമായി ഇനി അച്ഛൻ വരണം. പള്ളിയും ഒരു അച്ഛനും ഉണ്ടെങ്കിലേ നാടൊന്ന് വികസിക്കൂ. നേതൃത്വം കൊടുക്കുവാൻ ഒരാളുണ്ടാകുമല്ലോ. നമുക്ക് ആദ്യം ആലക്കോട് പോയി അച്ഛനെ കാണണം. ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങേര് പറയും. അതിനെന്താ, പോകാം, ഒരു നല്ല കാര്യത്തിനല്ലേ? ചാച്ചാ, ഞാനും കുട്ടിച്ചനും കൂടി നാളെ ആലക്കോടേക്ക് പോകാം. ചാച്ചൻ കേട്ടല്ലോ, നാളെ രാവിലെ തന്നെ പോയേക്കാം. ആയിക്കോട്ടെ മക്കളെ. നല്ല ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്റെ തമ്പുരാനെ, ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇതെല്ലാം. മുടിഞ്ഞ പന്നി എല്ലാം കുത്തിക്കളഞ്ഞല്ലോ. ഈ കുഞ്ഞുങ്ങൾ പഞ്ഞം കിടക്കേണ്ടി വരുമല്ലോ തമ്പുരാനെ. നിന്നോട് ഈ പദം പറച്ചിൽ നിർത്താൻ പറഞ്ഞില്ലേ? മലബാറിൽ ഇതൊക്കെ ഒരു പതിവാ മക്കളെ. മനുഷ്യര് നടും, കുറെ പന്നിയും ആനയും എല്ലാം തിന്നുപോകും. എന്നാലും പിന്നെയും നമ്മൾ നടും, കുറച്ചെല്ലാം കിട്ടും, അത് നമ്മൾ തിന്നും. കാവല് പോരാ ചാച്ചാ, 2 മാടം കൂടി കെട്ടണം. ഞാനും ചേട്ടനും ഓരോ മാടത്തോട്ട് അങ്ങ് പോയിക്കോളാം. തൊമ്മിക്കുഞ്ഞ് പറഞ്ഞത് നേരാ, കാവല് കൂട്ടണം. ഇന്നലെ കണ്ടപ്പോൾ എങ്ങനെ നിന്ന കപ്പയും നെല്ലുമാ ഭയങ്കര ചെയ്ത്തായിപ്പോയി. സാരമില്ല നായരെ, നമ്മൾ ഇനിയും കപ്പ നടും, നെല്ലും വിതയ്ക്കും. തിന്നാനുള്ളത് ദൈവം തരാതിരിക്കില്ല. നിങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചവരല്ലേ? തൊമ്മിക്കുഞ്ഞെ വാ, നമുക്ക് ആ പെടന്ന കപ്പയെല്ലാം നാട്ടിക്കെട്ടാം. അവരെല്ലാം കൂടി നാട്ടിക്കെട്ടാൻ പോയിട്ടുണ്ട്. കുഞ്ഞുവർക്കി പുലർച്ചെ ആലക്കോട് പോയതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞു കാണില്ല അല്ലേ? 2 പേരും കൂടി അതിരാവിലെ പോയി. മോളെ, വേദപുസ്തകം ഒന്നിങ്ങെടുക്ക്. എന്നിട്ട് സങ്കീർത്തനം 23 വായിച്ചേ.
കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത്, എങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എപ്പോഴും ഈ വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുക. കഷ്ടപ്പാടുകൾ ഉണ്ടാവും, എന്നാലും കർത്താവ് നമുക്ക് ഒരു കുറവും വരുത്തുകയില്ല മക്കളെ. മണ്ണിൽ പണിയെടുക്കുന്നവരെ ഒന്നും പടച്ചവൻ പഞ്ഞം കടത്തില്ല. ഇമ്മള് പണിയാ, നമുക്കുള്ളത് പടച്ചോൻ തമ്പുരാൻ തരും എന്നല്ലേ ചേട്ടാ? അതാ മോളെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പടച്ച തമ്പുരാനെ, ഈ മുടിഞ്ഞ പന്നികൾ ഇത്രയും നശിപ്പിച്ചല്ലോ. ഇത് കേട്ടപ്പോഴേ ഓക്കറ് കട്ടൻ ചായ പോലും കുടിക്കാതെ ഓടിയത്. ചുരുക്കി പറഞ്ഞ ഇവിടെ എന്ത് സംഭവം ഉണ്ടായാലും അവനാദ്യം എത്തും. എന്റെ ചെക്കനായതുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ. നേരാ, അവനെ ഒരു ഉപകാരിയാ. ഇവിടെ എല്ലാ കാര്യത്തിനും ഒരു സഹായിയാണ്. തന്നെ തന്നെ. പിന്നെ ഇവിടുത്തെ ഇളയ സന്തതിക്ക് ഇപ്പം എത്ര വയസ്സായി? അടുത്ത ധനുമാസത്തിൽ 24 ആകും. രാക്കുളി പെരുന്നാളിന്റെ അന്നുള്ളതാ. എന്നാ ഇപ്പം അവന്റെ വയസ്സറിയാൻ വല്ല കല്യാണാലോചനയുമാണോ? തന്നെ തന്നെ. നല്ല മൊഞ്ചത്തി ഒരു പെണ്ണുണ്ട്. 3rd പാസ്സായതാ. നിങ്ങൾ വരുന്നതിന് 1 മാസം മുമ്പ് വന്നവരാണ്. മണിമലക്കാരാ. 3 മക്കൾ, 2 ആണും 1 പെണ്ണും. പെണ്ണിനിപ്പൊ 18 വയസ്സ്. ഒരു മംഗലം അങ്ങ് ആലോചിച്ചാലോ? വയസ്സ് 24 ആയാലും അവൻ ഇപ്പോഴും ഒരു കാര്യപ്രാപ്തി ആയിട്ടില്ല. പിള്ളേര് കളിയാ. ഇളയ പിള്ളേരെല്ലാം അങ്ങനെയാ. കാര്യപ്രാപ്തി ആകണേ താമസിക്കും. അതൊക്കെ മംഗലം കഴിയുമ്പോൾ ആയിക്കോളും. ചേട്ടനൊന്നും പറഞ്ഞില്ല. മക്കളെല്ലാം ഇങ്ങ് വരട്ടെ, ആലോചിച്ചിട്ട് പറയാം. അല്ലപ്പാ, നിങ്ങള് പള്ളി പണിയാൻ പോണെന്ന് കേട്ടല്ലോ. നേരാ? പള്ളി മാത്രം പോരാ, പള്ളിക്കൂടവും വേണം. ഈ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പം ചപ്പാർപ്പട വരെ നടക്കണ്ടേ? ഒരു ആലോചന തുടങ്ങിയിട്ടേ ഉള്ളൂ, എല്ലാം നടക്കും. എന്നാ ഞാൻ വരട്ടെ. എടിയേ, ബീവ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ചാലോ? കുഞ്ഞേപ്പിന് വയസ്സ് 24 ആയില്ലേ? ആലോചിക്കാം മനുഷ്യ. ചെറുക്കന്റെ കാളകളി ഇച്ചിരി കുറയട്ടെ. നേരാ ചാച്ച, ചെറുക്കനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കൂട്ടും കൂടി നടപ്പാ. കുഞ്ഞുവർക്കി ഇങ്ങ് വരട്ടെ, നമുക്ക് ആലോചിക്കാം. കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് പോയപ്പോൾ ഒരു പെണ്ണും അവിടെ അമ്മയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? മണിമലക്കാരെന്ന് പറഞ്ഞത് അവരായിരിക്കും. നേരാണല്ലോടി. എന്നാൽ അവൻ പെണ്ണിനെ കണ്ടു കാണും. അവനല്ലേ നമുക്ക് കൂട്ടുവന്നത്. ഇതിലെന്തോ ഒരു സുഗന്ധം മണക്കുന്നുണ്ട്. മിക്കവാറും അവൻ ആ ബുക്കറിനോട് പറഞ്ഞു കാണും. അതാ ബീവാത്തുമ്മ ചോദിച്ചത്. ദേ, അവൻ വരുന്നുണ്ട്, കള്ളൻ. കുഞ്ഞേ, ഇന്നും പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. ആ മണിമലക്കാരുടെ വീട്ടില് കൂട്ടുവരാവോടാ? മണിമലക്കാരോ? ഏത് മണിമലക്കാര്? ഒന്നും അറിയാത്ത ഒരു കുഞ്ഞ്. കഴിഞ്ഞ കൂട്ടായ്മയ്ക്ക് പോയപ്പോൾ നിനക്ക് കട്ടൻ കാപ്പി കൊണ്ടുവന്ന ആ പെൺകൊച്ചില്ലേ, അതിന്റെ വീട്ടിൽ. ഓ, ഓട വീട്ടില? എന്നാ പോയേക്കാം. ചെക്കന്റെ ഒരു ഉത്സാഹം കണ്ടില്ലേ? എല്ലാം ഞങ്ങൾ അറിഞ്ഞു മോനെ. ഞാനും കുഞ്ഞിവർക്കിച്ചായനും കൂടെ നാളെ അങ്ങോട്ട് പോവുക. എന്തിന്? പ്രാർത്ഥന ഇന്നല്ലേ? പ്രാർത്ഥനയ്ക്കല്ലടാ, ആലോചനയ്ക്ക്. നേരാണോ ഏടത്തി? ബാക്കി ഞങ്ങൾ തീരുമാനിച്ചോളാം. പോടാ, പോയി പിള്ളേരെ പള്ളിക്കൂടത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവാ. ഇങ്ങോട്ട് തന്നെ വരണേ, മണിമലയ്ക്കൊന്നും പോയേക്കരുത്. ചെക്കൻ്റെ ഒരു മൂളിപ്പാട്ടും.
ഈ പുലിക്കുന്നിലുള്ള സകല പന്നിക്കുറുക്കന്മാരോട് ഞാൻ പറയുക, ഇനി എന്റെ കപ്പത്തോട്ടത്തിലെങ്ങാനും കയറിയാൽ എല്ലാത്തിന്റെ നെഞ്ചും കൂടി ഞാൻ പോയിക്കും. ഈ തൊമ്മിയെ നിനക്കൊന്നും അറിയില്ലടാ. നിന്നെയൊക്കെ ഞാൻ അറിയിക്കാടാ. പുലിക്കുന്ന് ഷാപ്പിലെ പുളിങ്ങളും മോന്തി പുളിമുട്ടിൽ തോമ വരുന്നുണ്ടേ. പോടാ. ഇന്നും ഷാപ്പിലെ കള്ള് മുഴുവൻ കുടിച്ചേച്ച് വരുന്നുണ്ട്. ചേച്ചി, 2 വർത്താനം പറയണേ, ഞാൻ കേറി പോവുക. എടാ, നീ കള്ളു കുടിച്ചോ? സങ്കടം കൊണ്ട് ചേട്ടത്തി, പന്നികളെ കപ്പയെല്ലാം കൊണ്ടുപോയില്ലേ. കുട്ടിയെ പോടാ, പോയി ആ മാടത്തിൽ പോയി കിടക്ക്. കുട്ടിയെ അവള് കുറച്ച് കഴിയുമ്പോ വന്നോളും. നീ പോയി കിടന്നോ. പോടാ, നിന്നോടല്ലടാ പോകാൻ പറഞ്ഞത്. സങ്കടങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ കാലം മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഈ യാത്രക്കിടയിൽ പുലിക്കുന്ന് എന്ന ഈ കൊച്ചു കുടിയേറ്റ ഗ്രാമത്തിൽ ഒരു ചെറിയ പള്ളി പണിതു. മാസത്തിലൊരിക്കൽ പുരോഹിതൻ വന്ന് ദിവ്യബലി അർപ്പിച്ചു. കുഞ്ഞേപ്പ് ആ മണിമലക്കാരി കുഞ്ഞമ്മയെ തിരുനാൾ ദിനം പുതിയ പള്ളിയിൽ വെച്ച് കല്യാണം കഴിച്ചു. ഗ്രാമം മുഴുവൻ ആഘോഷിച്ച പെരുന്നാളും കല്യാണവും. മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ ഇന്തേ തത്ത തത്തത്തകതത്തെ ഗർഗതത്തെ തകതേ താം മഹിമയൊടരിമകളെല്ലാം ചെയ്യും മനുവിവാദിത്തകതത്തികതാം തികതകതകതത്തികതാം കൃതത്താം കൃതിന്തത്താം കൃതിത്തത്താതുത്താതുമൃതത്തെ ഇന്തേ തത്ത തത്തത്തകതത്തെ ഗർഗതത്തെ തകതേ താം ഇത്തരമുത്തരമായുള്ള വചനം ഇച്ചവരും പടി കരുതിയുറച്ച് തക്കിടകിടതക തായ്ക്ക് തൊങ്കം തരികിടകിടതക തായ്ക്ക് തൊങ്കം തക്കിടകിടതേ തരികിടകിടതേ തക്കി തൊങ്കം തളാങ്കു തതികണത്തോം ഇന്തേ തത്ത തത്തത്തകതത്തെ ഗർഗതത്തെ തകതേ താം ഇമ്പമൊട്ടരുപ്പികൾ തിരുമനസാലെ ഇയൽ വഴി തീ തീ തെയ്യം തത്താ തീക്കു തീ തെയ്യം തത്താ തീ തെയ് തെയ്കൂതെ തിത്തയിത്താതിത്താതിമൃതത്തെ ഇന്തേ തത്ത തത്തത്തകതത്തെ ഗർഗതത്തെ തകതേ താം വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ തക്കടകടതക 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 തീ തകതാ 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 തീ തിക്കടകടതക 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 തീ തികിതാ 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 തീ തക്കടകടതക തീ ആ തകതാ തീ തിക്കടകടതകത്തി ആ തികിതാത്തി തക്കടകടതേ തിക്കടകടതേ തക്കിട്ടേതാ ഇണ്ടത്താകടത്തേ ഇതേ ഇണ്ടത്താകട തക്കടകടതകത്തി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ വാ തകൃതിത്തത്താതിമൃതത്തെ എന്നെ നീ കാത്തല്ലോ ഏറ്റങ്ങളേശാതെ ചെയ്ത് എന്നതും പാഴായി തേകുന്നു ദൈവമേ ചെയ്ത് നാണമില്ലാതുള്ള നായനുണ്ടാതിക്ക് ചെയ്ത് നാളിലെ കോളിലെ നന്നായി ചൊല്ലില്ലേ ചെയ്ത് നാടെല്ലാം കാടല്ലോ നായനെ എന്നെ നീ ചെയ്ത് നന്നായി കൈവിട്ടോ നാടിട്ടേ ചാഴത്തിൽ ചെയ്ത് മണ്ണിലെ മണ്ണുപോൽ മാറ്റമില്ലെങ്ങുമേ ചെയ്ത് മറ്റെല്ലാ നാടുടെ മാർഗങ്ങളെന്നില്ല ചെയ്ത് മാറനേ പോലെന്നെ
മായോനേ കൽപ്പിച്ചോ ചെയ്തേ മാറ്റവൻ കൂറ്റനായി മാലൊഴി താകൃതീതത്താതിമൃതത്തെ ഇന്നിവയെല്ലാം കണ്ണു നിരാലേ തോമയുണർത്തിച്ച നേരം തെതേ എങ്ങും വിളങ്ങുന്നതായി മിഷീഹ പെർത്തരുൾ ചെയ്യുവാൻ തുടങ്ങി തെതേ നീയൊരുവൻ താൻ എന്നൊരു ചിന്ത ഉള്ളിൽ നിനക്കഴൽ വേണ്ട തെതേ നിന്നോട് കൂടെ ഞാനുണ്ട് കൂട്ട് നീ പോകുന്നടതിലെല്ലാം തെതേ മനുഷ്യരെല്ലാം ഹിന്ദുവിലെന്ന് പഴൽ നിനക്കഴൽ വേണ്ട തെതേ മനുഷ്യരെല്ലാ ജാതികളും പിന്നെ മത്സ്യയും ജന്തുക്കളല്ലോ തെതേ എന്നതിനാൽ ഇപ്പോൾ ഞാൻ ഇന്നു നിന്നെയും വിറ്റുവില വാങ്ങി എന്നാൽ തെതേ എഴുമൊഴികളേഴും തികപ്പാനായി ചിട്ടുകൊടുക്കുന്നു വേറെ തെതേ ത്രിലോകനാഥൻ കാശെടുത്തൻപാൻ തൊമടെ പക്കൽ കൊടുത്തു തെതേ തൃപ്തി വരും പോലെൻ പലരുൾ ചെയ്തു യഥാവിധി ചഴകാലേ തെതേ ഇഴലൊഴിഞ്ഞുടൻ കൊണ്ടുവരുവേൻ എന്നുര ചെയ്തതു കർക്കുതേയ തിന്തക തിന്തത്തേ മനഗുണമുടയവനരുളാൽ വാനവർ മഹിമയോടെത്തിയ നഞ്ഞുടനെ ഇതതിത്തിത്തെ മറുതല നേരി കേട്ടുമതിനൊരു തേരത്തിൽ മംഗലമായവർ പുകീച്ചെ ഇതതിത്തിത്തെ കൈക്കൊണ്ടവരൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലക്കെ ഇതതിത്തിത്തെ കരുണയോട്ടിത്തു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മന സിതുപാരിച്ച് ഇതതിത്തിത്തെ നലമോട് പലവക കിന്നരമഴകാൽ നന്ദനയും കുഴപ്പമില്ലാതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ നന്മ വരുമ്പക പഴമൊഴിയടിച്ചത് നമ്മെ മലക്കോൾ പിളമ്പീത് തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ ഉടമ്പിൽ നിന്നുയരെടുത്താകാശേ ഉയരവനിരിപ്പിടം പുകീച്ച് ഇത് തീത്തിത്തെ വച്ചത് തനമിത് മക്കളും മരുതന മരളു വഴിക്ക് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ വൻമിനിയൊഴിയെ പെരിയവൻ അൽവഴുതരമോട് തേടി പുലരാമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തിത്തെ തിത്തത്തകതത്തികതത്താം തികതക തകതത്തികതത്താം കറുതിത്തത്താം കറുതിന്തത്താം കറുതിത്തത്താ തിത്താതിവർദ്ധത്തെ. അച്ചാച്ചൻ ഉറങ്ങിയോ? ഞാനൊന്നു മയങ്ങിപ്പോയി മക്കളെ. ഞങ്ങളോട് ഉറങ്ങരുതെന്ന് പറഞ്ഞിട്ട് ചാച്ചൻ ഉറങ്ങുവാ. ബാക്കി കഥ പറ ചാച്ച. ഞാൻ എവിടെ വരെയാടി പറഞ്ഞത്? ചാച്ചന്റെ കല്യാണം വരെ. അല്ല, പള്ളിയിലെ പെരുന്നാൾ വരെ. പെരുന്നാളിന്റെ അന്നായിരുന്നല്ലോടി എന്റെ കല്യാണവും. ഓ ശരിയാണല്ലോ. ബാക്കി പറ അച്ചാച്ച. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ അപ്പം മരിച്ചു. ഒരു വസന്തപ്പനി വന്നതാണ്. പുലർച്ചെയാ മരിച്ചത്. പിറ്റേന്ന് അന്തിയായപ്പോഴാണ് അടക്കിയത്. മെത്രാന്റെ പ്രത്യേക അനുവാദം വാങ്ങി ഈ പള്ളിയിലെ സെമിത്തേരിയിൽ അടക്കി. ഇവിടെ ആദ്യം അടക്കുന്നത് എന്റെ അപ്പനെയാ. അന്ന് കുഞ്ഞിപ്പെണ്ണ്, പേര് കുഞ്ഞുഞ്ഞാമ്മ. ഞാൻ കുഞ്ഞിപ്പെണ്ണേന്നാ വിളിക്കുക. അന്ന് അവൾ ഗർഭിണിയാ. 15-ാം പക്കം അവൾ ഒരു ആൺകുഞ്ഞിനെ പെറ്റു. നമ്മുടെ പാരമ്പര്യമനുസരിച്ച് എന്റെ അപ്പന്റെ പേരായ അവിര എന്ന് പേരിട്ടു. 12-ന്റെ അന്ന് മാമോദീസായി. അരിവായോ? അതെന്ത് പേരാ? ഒരൊറ്റ എണ്ണ ഞാൻ അങ്ങ് വെച്ച് തന്നാ ഉണ്ടല്ലോ. അരിവ അല്ലടി, അവിര. അതായത് അബ്രഹാം. പിതാവായ അബ്രഹാത്തിന്റെ പേര്. അപ്പൊ ചാച്ചന്റെ അപ്പന്റെ പേരല്ലേ ഇട്ടത്? ദേ, ഈ കൊച്ചു പിന്നെയും മുട്ടായി യുക്തി പറയുകയാണല്ലോ. ഇവളെ ഞാൻ പെണ്ണെ, അച്ചാച്ചന് ദേഷ്യം പിടിപ്പിക്കാതെ. ഇങ്ങനെയാണേ ഞാൻ കഥ പറച്ചില് നിർത്തുവേ. അയ്യോ നിർത്തല്ലേ ചാച്ച, ഞാനൊരു തമാശ പറഞ്ഞതാ.
നിനക്ക് ഇത്തിരി തമാശ കൂടുന്നുണ്ട്. മിണ്ടാതെ ഇരുന്നോണം അവിടെ. മാമോദീസ കഴിഞ്ഞ് മാമോദീസ ഒന്നും ആഘോഷിച്ചിട്ടില്ല മക്കളെ. നമ്മൾ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ മരണമുണ്ടായ 40 ദിവസത്തേക്ക് ഒരു ആഘോഷവും പാടില്ല. പെലയാ. പെലയോ? അതെന്നാ അച്ചാച്ച പെല? ഒരു നോയമ്പാണ് മോളെ. 40 ദിവസത്തേക്ക് ഇറച്ചിയോ മീനോ ഉപയോഗിക്കാൻ പാടില്ല. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുഴിമാടത്തിങ്കൽ തിരി കത്തിച്ചു വെച്ച് മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കാൻ പാടില്ല. ഇപ്പൊ അതൊന്നുമില്ല. 5ഉം 7ഉം ആഘോഷിച്ച് മക്കള് നാനാ ദിക്കിലേക്ക് പിരിഞ്ഞു പോകും. അതോടെ എല്ലാം തീർന്നു. ചാച്ചാ, ഞാനൊന്ന് മിണ്ടിക്കോട്ടെ? മിണ്ടുന്നതൊക്കെ കൊള്ളാം. തട്ടാമുട്ടി വർത്തമാനം പറയരുത് കേട്ടോ. ഇല്ല, എനിക്കൊരു സംശയം. ഈ 4-ാം ദിക്കെന്ന് പറഞ്ഞ? എടി പൊട്ടി, ഒന്നും മനസ്സിലായില്ലേ? ലോകത്തിന്റെ 4 വശങ്ങളിലേക്ക് പോ, അതായത് ജോലി സ്ഥലങ്ങളിലേക്ക്. എടി കുഞ്ഞെ, ഞാൻ പറയാം. നിന്റെ പേരപ്പൻ അവിരാച്ചൻ എവിടെയാ? കാനഡയിൽ. കുഞ്ഞച്ചായൻ കുറുവാച്ചൻ എവിടെയാ? ഓസ്ട്രേലിയ. നിങ്ങൾ എവിടെയാ? ജർമ്മനിയില്. ആൺമക്കൾ 3 പേരും 3 ദിക്കിൽ. നിന്റെ ആന്റിമാർ ആലീസ് അമേരിക്കയിൽ, കുഞ്ഞമ്മ ബാംഗ്ലൂർ, സോഫി കന്യാസ്ത്രീ ഉത്തർപ്രദേശിൽ. എല്ലാവരും പല ദിക്കുകളിലല്ലേ മോളെ? ഇപ്പോ പിടികിട്ടിയോ? പിടികിട്ടി. കുഞ്ഞു പെണ്ണ് മരിച്ച് 7ന്റെ അന്ന് എല്ലാവരും പോയില്ലേ? അടുത്ത ആഴ്ച എങ്ങാനും നിങ്ങളുടെ അപ്പൻ തിരികെ വന്ന് നിങ്ങളെയും കൊണ്ടുപോകും. അപ്പോ അച്ചാച്ചൻ തനിച്ചാവും. സങ്കടപ്പെടല്ലേ അച്ചാച്ച. അച്ചാച്ചനെ ഒറ്റയ്ക്കാക്കി ഞങ്ങൾ പോവില്ല, തീർച്ച. ചാച്ചൻ കഥ പറയൂ, എന്നിട്ട്? പിന്നെ 2 മാസം കഴിഞ്ഞപ്പോ ഓണം വന്നു. ഓണത്തിന് ചെക്കന്മാർ നാടൻ പന്ത് കളിയും കുറെ പേർ കിളിത്തട്ട് കളിയും. പഴയ ഓരോ കളികളാണേ. ഇപ്പം ഒരു കളിയുമില്ല, കുളിയുമില്ല. ഈ ഫോണിൽ തോണ്ടലല്ലാതെ ആമ്പിള്ളേര് പ്രത്യേകിച്ചു. അന്നൊക്കെ പെമ്പിള്ളേര് തിരുവാതിര കളിക്കും. അത് കാണാൻ നല്ല രസമാണ്. 10-12 ചെറുപ്പക്കാരി പെൺപിള്ളേര് സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ്. കൊട്ടും ഞാൻ കേട്ടില്ല, കൊഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. തട്ടാനും വന്നില്ല, തങ്കമൊരുക്കിയില്ല, തട്ടാനും വന്നില്ല, തങ്കമൊരുക്കിയില്ല, കൊന്ന കൈയിന്നാരു കൊടുത്തു പൊന്നുകൊണ്ടൊരു മണിമാല, സഖി പൊന്നുകൊണ്ടൊരു മണിമാല. കൊട്ടും ഞാൻ കേട്ടില്ല, കൊഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. കണ്ണാടിയില്ലാഞ്ഞോ കളി
സഖി പാറിയല്ലോ സിന്ദൂരം. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു കൂത്താലി, സഖി മുത്തു പതിച്ചൊരു കൂത്താലി. കീർത്തനം പാടാനോ കിന്നാരം പറയാനോ, കീർത്തനം പാടാനോ കിന്നാരം പറയാനോ, വള്ളിക്കാട്ടിൽ കയറി കൂടി പുള്ളിക്കുയിലും പൂങ്കുയിലും, സഖി പുള്ളിക്കുയിലും പൂങ്കുയിലും. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു കൂത്താലി, സഖി മുത്തു പതിച്ചൊരു കൂത്താലി, സഖി മുത്തു പതിച്ചൊരു കൂത്താലി. സഹോദരങ്ങളെ, നിങ്ങളുടെ പിതാവിൻ്റെ മരണശേഷമുള്ള 41-ാം ദിവസം നിങ്ങൾ ഇന്ന് ആചരിച്ചു. വളരെ ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബമാണിത്. നിങ്ങളുടെ കഠിനാധ്വാനവും പിതാവിൻ്റെ വിശ്വാസവും ദൈവാശ്രയ ബോധവും ഒക്കെയാണ് ഈ കുടുംബത്തെ വളർച്ചയിലേക്ക് നയിച്ചത്. ആ മാതൃക നിങ്ങൾ പിന്തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞു വർഗിച്ചേട്ടന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണത്? അത് മറ്റൊന്നല്ല അച്ഛൻ, ഞങ്ങൾ ചേട്ടാനിയന്മാർ 3 പേരും ഒന്നിച്ചാണ് ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്നത്. എല്ലാവർക്കും മക്കളായി. എൻ്റെ മക്കൾ 2 പേരും പ്രായപൂർത്തിയായി. ഇത്രയും നാൾ ചാച്ചൻ ഞങ്ങളെ നിയന്ത്രിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ എന്ത് തർക്കമുണ്ടായാലും ചാച്ചന്റെ വാക്ക് അവസാന വാക്കായിരുന്നു. ഞങ്ങൾ അതനുസരിച്ചു. ഇനി അത് തുടരാൻ കഴിയുമോ എനിക്ക് തോന്നുന്നില്ല. ചേട്ടൻ എന്താ ഈ പറയുന്നത്? ഇനി ചേട്ടനാണ് ഞങ്ങളുടെ ചാച്ചൻ. ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. ഇനി വല്യേട്ടന്റെ വാക്കായിരിക്കും അവസാനത്തെ വാക്ക്. മാനെ, കുഞ്ഞേപ്പേ, ചേട്ടൻ എത്ര ചമഞ്ഞാലും അപ്പനാവില്ലടാ. ചേട്ടൻ എന്നും ചേട്ടൻ തന്നെ. ആ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇവിടുത്തെ പലരും കർണാടകയിലെ ഷിമോഗയിലേക്ക് കുടിയേറുന്നുണ്ട്. അവിടെ ഭൂമിക്ക് വളരെ വില കുറവെന്നാ കേട്ടത്. ഞാനും ചേച്ചിയും മക്കളും അങ്ങോട്ട് പോയാലോ എന്നോ ആലോചിക്കുന്നേ. വർഗിച്ചേട്ടൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണോ ഇത്? അതെ അച്ചോ. എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ 3 ആൺപിള്ളേരെയും 2 ആളുടെ പെമ്പർനോത്തിമാരെയും കുട്ടികളെയും കൊണ്ടാണ് ഇങ്ങോട്ട് കുടിയേറിയത്. ആദ്യകാലത്തൊക്കെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. രോഗങ്ങളും കാട്ടുമൃഗങ്ങളുടെ അതിക്രമങ്ങളും എല്ലാം അച്ഛൻ പറഞ്ഞതുപോലെ ചാച്ചന്റെ ദൈവപരിപാലനയിലുള്ള ആശ്രയം കൊണ്ട് തരണം ചെയ്തു. അതുപോലെ തമ്പുരാനെ മുറുകെ പിടിച്ച് ഞാനും കുടുംബവും ഷിമോഗയിലേക്ക് പോകും. ആരും തടയണ്ട. ചേട്ടാ, അച്ഛാ, വല്യേട്ടൻ. അനിയന്മാരെ, നിങ്ങൾ വിഷമിക്കേണ്ട. വർഗിച്ചേട്ടന്റെ തീരുമാനത്തിന് എതിര് നിൽക്കുകയും വേണ്ട. ഒരു കണക്കിന് ഈ കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു പ്രേക്ഷിത വേല തന്നെയാണ്. ഒരു കാലത്ത് കാടും മേടും നിറഞ്ഞു കിടന്ന മലബാറിന്റെ മലമടക്കുകളിൽ കുടിയേറ്റം വരുത്തിയ മാറ്റങ്ങൾ അത്ഭുതാവഹമാണ്. റോഡുകൾ, പള്ളികൾ, പള്ളിക്കൂടങ്ങൾ, ആശുപത്രികൾ, കോളേജുകൾ, എല്ലാ ജീവിത സൗകര്യങ്ങളും ഈ നാട്ടിലേക്ക് വന്നത് കുടിയേറ്റം മൂലമാണ്. ഇത് 2ാം കുടിയേറ്റമാണ് സഹോദരങ്ങളെ. അതും തുടരട്ടെ. നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം നമ്മുടെ സംസ്കാരത്തിലൂടെ സ്നേഹവും സാഹോദര്യവും പങ്കുവച്ച് രക്ഷകന്റെ സുവിശേഷത്തിന് സാക്ഷികളാകാം. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാം. എല്ലാവരോടും കൂടി പറയുക, ക്രിസ്മസ് കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. ഈ ക്രിസ്മസ് ഞങ്ങളുടെ ഇവിടുത്തെ അവസാനത്തെ ക്രിസ്മസ് ആണ്. അത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ആഘോഷിക്കാം വർഗിച്ചേട്ടാ. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി
കണ്ണും കാത്തിരുന്നോ മണ്ണിലൊരു പൈതലിനാ കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ തിരക്കും. എടി പെമ്പിള്ളേരെ, നിങ്ങൾ ഇവിടെയൊന്നും അല്ലേ? അയ്യോ ചാച്ചാ, ചാച്ചൻ കഥ പറയുമ്പോ ഞങ്ങൾക്കെല്ലാം മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ട്. മാർഗം കളിയും തിരുവാതിരയും എല്ലാം ഞങ്ങളുടെ മുമ്പിലൂടെ ഇരുന്ന് ചാടി കളിക്കുന്നു. അതാ മക്കളെ, കഥകൾ കേട്ടാലും വായിച്ചാലുമുള്ള അനുഭൂതി. അതൊന്നും TV കണ്ടാലും ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നാലും ഒന്നും കിട്ടത്തില്ല. വേദപുസ്തകം വായിക്കുമ്പോ നമ്മുടെ കർത്താവിന്റെ ഓരോ നടപടികളും നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്നത് പോലെയല്ലേ? നമ്മൾ ആ കൂട്ടത്തിൽ ഒരാളായി പോവുകയല്ലേ? ചാച്ചൻ പറഞ്ഞത് നേരാ. പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ജോസഫ് അച്ഛൻ കർത്താവിന്റെ പീഡാനുഭവത്തെ പറ്റി പ്രസംഗിച്ചപ്പോ ഞാനും ആ കുരിശിന്റെ വഴിയിൽ ഉണ്ടെന്ന് തോന്നിപ്പോയി. എനിക്ക് സങ്കടം വന്നു. ചാച്ചാ, കഥ പറ. ചാച്ച പറഞ്ഞാലേ ഞങ്ങക്ക് കാണാൻ പറ്റൂ. പറയാം മക്കളെ. നിങ്ങളുടെ അമ്മ എന്തിയെ? ഒരു കട്ടൻ കൂടെ വേണമായിരുന്നു. പപ്പയെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ ഉടനെ ഒന്നും നിർത്തുകയില്ല. കഥ പറ, കഥ പറ. പറയാം. ആ, എവിടെയാ പറഞ്ഞു നിർത്തിയേ? വലിയ പൂപ്പൻ ഷിമോഗയ്ക്ക് പോയപ്പോഴത്തെ ക്രിസ്മസ്. വല്യേട്ടൻ അങ്ങ് ഷിമോഗയ്ക്ക് പോയി. പിന്നീട് വീടുറങ്ങിയ പോലെയായി. നേരെയാകാൻ മാസങ്ങൾ എടുത്തു മക്കളെ. അന്ന് എനിക്ക് 2 പിള്ളേരുണ്ട്, അവിരായും കുറുവാച്ചും. ചെറിയ പിള്ളേരാ. തൊമ്മിക്കുഞ്ഞിന് ഒരു ചെറുക്കം മാത്രം. അങ്ങനെ പല ഓണവും ക്രിസ്തുമസും കഴിഞ്ഞു പോയി. പിന്നീട് അമ്മയും മരിച്ചു. ചാച്ചനെ അടക്കിയെടുത്ത് തന്നെ അടക്കി. 6 മാസം കഴിഞ്ഞ് തൊമ്മിക്കുഞ്ഞ് വീതം വിറ്റ് വെള്ളരിക്കുണ്ടിലേക്ക് പോയി. അവിടെ അവന്റെ ഭാര്യ വീട്ടുകാർ വന്ന് താമസമാക്കിയിരുന്നു. അത് ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ കൊല്ലം അവിടെ ഞങ്ങൾ പോയതല്ലേ. പിന്നെയും കാലം മുന്നോട്ടു പോയി മക്കളെ. പഴയ ആളുകളെല്ലാം മരിച്ചും സ്ഥലം വിട്ടുമൊക്കെ പോയി. ഔക്കർ അവന്റെ ഉമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചപ്പാരപ്പടവിന് പോയി. അവന്റെ ഭാര്യ അവിടെ ആയിരുന്നു. ഓമനക്കുട്ടൻ പാണത്തൂര് പോയി. അവിടെ എസ്റ്റേറ്റ് പണി കിട്ടി. ഇപ്പൊ ഉണ്ടോ ആവോ? ചാച്ചനെയും ഉമ്മയും മാത്രം എങ്ങും പോയില്ല അല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? ഇവിടെ അടക്കിയ അപ്പനും അമ്മയ്ക്കും ആരെങ്കിലും കൂട്ടുവേണ്ടേ മക്കളെ? ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല. പുതിയ ബാല്യക്കാരെല്ലാം നാട് വിടുകയല്ലേ. ഇന്നാൾ അച്ഛൻ പള്ളിയിൽ പ്രസംഗിക്കുന്നത് കേട്ടു, 3ാം കുടിയേറ്റമെന്ന്. എന്റെ കുഞ്ഞിപ്പെണ്ണ് ആണും പെണ്ണുമായി 6 എണ്ണത്തിനെ പെറ്റില്ലേ? ഒന്നെങ്കിലും ഉണ്ടോ ഇപ്പൊ കൂട്ടിന്? ഇപ്പൊ ആരും 5ഉം 6ഉം പ്രസവിക്കാത്തത് എന്താ ചാച്ച? എല്ലാവർക്കും 1ഓ 2ഓ തീർന്നു. എടി മണ്ടി, അന്ന് തമ്മിൽ വലിയ സ്നേഹമായിരുന്നു. ഇന്ന് ആർക്കും സ്നേഹിക്കാൻ സമയമില്ല. എല്ലാവർക്കും തിരക്കാണ്. എന്റെ കുഞ്ഞു പെണ്ണിന് എന്നോട് വലിയ സ്നേഹമായിരുന്നു. അതുകൊണ്ടാ അവൾ 6 പെറ്റത്. കൂടുതൽ സ്നേഹിച്ച കൂടുതൽ കുട്ടികൾ ഉണ്ടാവും അല്ലേ അച്ചാച്ച? എടി ചേച്ചി, നമ്മുടെ പപ്പയോടും മമ്മിയോടും ഒന്നുകൂടെ പറഞ്ഞാലോ, കുറച്ചുകൂടെ കൂടുതൽ സ്നേഹിക്കാൻ. അമ്പടി കേമി, നീ കൊള്ളാമല്ലോ. ഇനി അതിന്റെ കുഴപ്പേ ഉള്ളൂ. നീ പോയി പറ. ഞാൻ പറയും. മമ്മി, നീയാണോടി അവളാണോടി മൂത്തത്? ഒരൊറ്റ എണ്ണ ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ. ചാച്ചൻ എന്തൊക്കെയാ ഈ പിള്ളേരോട് പറയുന്നേ? അതെന്നാടി,
ഞാൻ വല്ല തെറ്റും പറഞ്ഞോ? അതില്ല. എന്നാലും ഈ കുരുത്തം കെട്ടതിന് എന്തെങ്കിലും ഒന്ന് കേട്ടാ മതി വിളിച്ചു പറഞ്ഞോണ്ട് നടക്കാൻ, പ്രത്യേകിച്ചും ഇവള്. അത് പോട്ടെ, നീ ഇച്ചിരി കട്ടനിങ്ങെടുത്തേ. ചാച്ചാ, ജോണിച്ചൻ ഇങ്ങോട്ട് വരുവാന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ. പിന്നെ ചാച്ചന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തേണ്ടേ? എന്ത് പോംവഴി? ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞോളാം. കഞ്ഞിയും കറിയും ഒക്കെ വെക്കാൻ എനിക്കറിയാം. മരിച്ചു കഴിഞ്ഞ ആരെങ്കിലുമൊക്കെയായി അറിയിക്കും. അന്നേരം എല്ലാ മക്കളും കൂടെ ഇങ്ങെത്തിയാ മതി. അല്ല, അങ്ങനെയല്ലേ ഇപ്പോ നാട്ടു നടപ്പ്? എന്ത് പറഞ്ഞാലും ചാച്ചന്റെ മറുപടി ഇങ്ങനെയാ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കുഞ്ഞുങ്ങളുടെ പഠനം തുടരണ്ടേ? ഇപ്പം തന്നെ 15 ദിവസത്തെ അവധിയായി. ഇനി എത്ര പാടുപെട്ടാലാ മറ്റു കുട്ടികളുടെ ഒപ്പം എത്താൻ പറ്റുക? ഇപ്പൊ എല്ലാവരും മറ്റുള്ളവരുടെ ഒപ്പം എത്താനുള്ള ഓട്ടത്തിലാ. എന്നാ മക്കളും മറ്റു പലരും ജയിക്കാൻ വേണ്ടി തിരിഞ്ഞോടിയ കുറെ ജന്മങ്ങളുണ്ട്. അവരെ പറ്റി ആർക്കെങ്കിലും കരുതലുണ്ടോ? മമ്മി, ഞങ്ങൾ തിരികെ പോകുന്നില്ല. അച്ചാച്ചനെ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ പോരില്ല. എന്ത് വിവരക്കേടാ പിള്ളേരെ നിങ്ങൾ പറയുന്നേ? നിങ്ങളുടെ പപ്പായെങ്ങാനും ഇത് അറിഞ്ഞ പപ്പയോട് ഞങ്ങൾ ഇത് പറയും. പറഞ്ഞു നോക്ക്, എന്നാരും അറിയാം. പിള്ളേരെ, നിങ്ങളുടെ ഭാവിയെ ഓർത്ത് നിങ്ങൾ പോണം. നിങ്ങളുടെ ഈ നല്ല മനസ്സുണ്ടല്ലോ, അച്ചാച്ചനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ മനസ്സ്, അത് അച്ചാച്ചൻ കണ്ടു. എനിക്കത് മതി മക്കളെ, എന്നും ഓർമ്മിക്കാൻ. നിങ്ങൾ പോയിക്കോ. ദീനാവേ, ഈ പിള്ളേരെ വിളിച്ച് അകത്തോട്ട് പോയിക്കോ. ഞാനൊന്ന് മയങ്ങട്ടെ. ചാച്ചാ, പിള്ളേര് പറഞ്ഞ കാര്യം കുറച്ച് ദിവസമായി ഞാൻ ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. ഞാനത് ജോണിച്ചായനോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ജോണിച്ചൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞത്. പിള്ളേർക്ക് വിഷമാകുമെന്ന് കരുതി അവരോട് ഇപ്പം പറയണ്ട എന്ന് ജോൺസൺ പറഞ്ഞായിരുന്നു. എന്നാ ഇവര് തന്നെ അത് ഇങ്ങോട്ട് പറഞ്ഞല്ലോ ചാച്ചാ. അവർക്ക് സന്തോഷായെന്ന് തോന്നുന്നു. കുട്ടികൾ അങ്ങനെയാ മോളെ, നിഷ്കളങ്ക സ്നേഹമാണ് അവരുടേത്. ചിലപ്പോൾ ത്രികാല ജ്ഞാനികളാണവർ. എന്നാലും മോളെ ദീനാമേ, നിങ്ങൾ വളരെ ആലോചിച്ചിട്ടെടുക്കേണ്ട ഒരു തീരുമാനമാണത്. ചാച്ചനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ചാച്ചനെ പോലുള്ളവരെ നോക്കുന്ന കുറേ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് നിങ്ങൾക്ക് മുഖ്യം. ചാച്ചൻ ഇപ്പൊ അതൊന്നും ചിന്തിക്കണ്ട. ജോണിച്ചൻ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഞാൻ കട്ടൻ എടുത്തോണ്ട് വരാം. ചേച്ചി, ഒരു കാറിന്റെ ശബ്ദം കേൾക്കുന്ന പോലെ. പപ്പയുടെ കാറാണോ? അതൊരു ഓട്ടോറിക്ഷയുടേതാ. അത് കണ്ടോ, അങ്ങ് താഴോട്ട് പോകുന്നത്. പിള്ളേരെ, നിങ്ങൾ ഇങ്ങനെ വഴി നോക്കി കണ്ണും നട്ടിരിക്കണ്ട. അവൻ ഇങ്ങ് വന്നോളും. വരുമെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാലും ആദ്യം കാണുന്നത് ആരാ? ഓ, അതിനും മത്സരമാ അല്ലേ? എല്ലാവരും മത്സര ഓട്ടത്തിലാണ്. പിന്നെ പിള്ളേരായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ തിരിച്ചു പോകാതിരിക്കുന്നതിനെ പറ്റി ആലോചിക്കണ്ട. അവിടെ ഉള്ള അത്ര നല്ല സ്കൂളുകളൊന്നും ഇവിടെ ഇല്ല.
നിങ്ങളുടെ കൂട്ടുകാരെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ചാച്ചാ, ഇവിടെ നല്ല സ്കൂളുകളൊക്കെ ഇല്ലേ? ഇപ്പം ഗവൺമെന്റ് സ്കൂളുകൾ പോലും നല്ല കെട്ടിടവും വണ്ടിയും സൗകര്യങ്ങളും ഒക്കെ ആയി. പെണ്ണെ, നിന്റെ ജോലി 2-3 ലക്ഷം ശമ്പളം കിട്ടുന്നതല്ലേ? നിനക്കത് കളയണോ? ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അപ്പനും മോളും കൂടെ ലക്ഷങ്ങളുടെ കണക്കാണല്ലോ പറയുന്നത്? അച്ഛൻ ഇരിക്ക്. അത് അച്ഛാ, എന്റെ മരുമകൾക്കും പിള്ളേർക്കും ഒരു ഹാലിളകിയിരിക്കുക. അവർ ഇനി തിരികെ പോകുന്നില്ല. ഈ കൊച്ചിന് 3 ലക്ഷമാ ശമ്പളം. അത് കളഞ്ഞിട്ട് അവൾ ഇനി പോകുന്നില്ല. അത് കൊള്ളാലോ. അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ആദ്യമായി കേൾക്കുകയാണ്. ദീനാമേ, നേരാണോ അത്? അതെ അച്ചോ, ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാ. 3 ലക്ഷമല്ല, 3 കോടി കിട്ടിയാലും ചാച്ചന്റെ കാര്യം ഓർത്ത് ഞങ്ങൾക്ക് സമാധാനം കിട്ടുമോ അച്ചോ? ഇത്രയും നാളും അമ്മച്ചി ഉണ്ടായിരുന്നു ചാച്ചന് കൂട്ട്. അമ്മച്ചി ഞങ്ങൾക്കൊരു ധൈര്യമായിരുന്നു. അമ്മച്ചി പെട്ടെന്ന് പോയി. ഇനി ചാച്ചനെ തനിച്ചാക്കാൻ പറ്റില്ല അച്ചോ. ദീനാമയുടെ തീരുമാനം മഹത്തായ ഒരു തീരുമാനം തന്നെയാണ്. ജോണിക്കുട്ടിയോട് ഇക്കാര്യം ചർച്ച ചെയ്തോ? ജോണിച്ചൻ ഇങ്ങോട്ടുള്ള യാത്രയില്ല, ഇപ്പം വരും. ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അച്ഛാ. മക്കളിങ്ങ് വന്നേ. നിങ്ങൾ എന്തോ പറയുന്നു? ഈ കുഞ്ഞുങ്ങളാണ് അച്ചോ ഈ തീരുമാനം എടുക്കാൻ. അവരാണ് ആദ്യം പറഞ്ഞത് ചാച്ചനെ വിട്ട് ജർമ്മനിയിലേക്കില്ലാന്ന്. നേരാണോ മക്കളെ? ഞങ്ങൾക്ക് ചാച്ചനെയും ഈ പള്ളിയും സ്കൂളും ഈ അച്ഛനെയും ഈ പുഴയും കാടും ഒക്കെ മതി. ഇത്രയും സമാധാനം ഒരിടത്തും കിട്ടില്ല. ഒന്നില്ലേലും ചാച്ചന്റെ കൈയും പിടിച്ച് ഇതിലൂടെയൊക്കെ ഓടി നടക്കാലോ. അച്ഛാ, ജോണിച്ചൻ. അച്ഛൻ പിള്ളേരുടെ ഭ്രാന്ത് പറച്ചില് കേട്ടോ? അച്ഛാ, ഞാനൊരു കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തായി? അതൊക്കെ ശരിയായി, പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. അച്ഛൻ ജോണിക്കുട്ടിയോടൊന്ന് സംസാരിക്കണം. ചുമ്മാ മണ്ടത്തരം കാണിക്കരുതെന്ന് പറ. മണ്ടത്തരോ ചേട്ടാ? ഇന്നത്തെ കാലത്ത് ഒരു മക്കളും ചെയ്യുന്ന കാര്യമല്ലിത്. അവരെ പൂവിട്ട് പൂജിക്കണം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യാത്രയൊക്കെ സുഖമായിരുന്നോ ജോണിക്കുട്ടി? കുഴപ്പമില്ലായിരുന്നു അച്ചോ. ഫ്ലൈറ്റ് ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിരുന്നു എന്ന് മാത്രം. എടാ ജോണിക്കുട്ടി, ഈ പിള്ളേര് എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. നീ അതൊന്നും കേട്ടതായി ഭാവിക്കണ്ട. ഇവളുമാര് ചാച്ചനോട് കുറുമ്പ് കാട്ടി തുടങ്ങിയോ? കറണ്ട് അടിക്കുന്ന ഒരു വടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നുമല്ല ജോണിക്കുട്ടി, ദീനാമ്മയും കുട്ടികളും കൂടി ഒരു തീരുമാനം പറഞ്ഞു. പണത്തിനും പത്രാസിനും വേണ്ടി മനുഷ്യബന്ധങ്ങളും കടമകളും വരെ മറന്നു പ്രവർത്തിക്കുന്ന ഇന്നത്തെ കാലത്ത് ഒരു മക്കളും പറയാത്ത ഒരു തീരുമാനം. അവരിനി തിരികെ പോകുന്നില്ല. അച്ഛാ, ഞാനും അങ്ങനെ ഒരു തീരുമാനത്തിലാണ് തിരികെ വന്നിരിക്കുന്നത്. ഞാൻ ദീനാമയുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അവളോട് പറയാത്ത ഒരു കാര്യം യാത്രക്കിടയിൽ ഞാൻ ആലോചിച്ചു. ഞങ്ങളിവിടെ ഈ വീട്ടിൽ ചാച്ചനോടൊപ്പം ഈ ഇടവകയിലെ മക്കളാൽ സംരക്ഷിക്കപ്പെടാത്ത എല്ലാ മാതാപിതാക്കളെയും സംരക്ഷിക്കും. നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ ദീനാമേ? വളരെ സന്തോഷം ജോണിച്ച. ജോണിക്കുട്ടി, മക്കളെ, ഞാൻ ഇന്നിവിടെ വന്നത് ചാച്ചനു വേണ്ടി ഒരു താമസ സ്ഥലം ഒരുക്കുന്നതിന് നിങ്ങളുമായി ആലോചിക്കാനാണ്. എന്നാൽ നിങ്ങളാകട്ടെ ചാച്ചന് മാത്രമല്ല അനേകം ചാച്ചന്മാർക്കും അമ്മച്ചിമാർക്കും വാസസ്ഥലം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലും. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ വഴികൾ എത്ര ദുർഘടവും തീരുമാനങ്ങൾ എത്രയോ ദുർഗ്രാഹ്യവുമാണ്. പണവും ജീവിത സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഈ കുടുംബം അനേകം ദുർബലരുടെ കണ്ണീരൊപ്പാൻ അങ്ങയുടെ പരിപാലനയിൽ ആശ്രയിച്ച് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അവരുടെ കൈകൾക്ക് ശക്തി നൽകണമേ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് തുണയാകണമേ കർത്താവേ. ആമേൻ. ഇതൊരു പരിവർത്തനമാണ്, പുതിയ തലമുറയുടെ വിപ്ലവകരമായ പരിവർത്തനം. ഇന്ന് ഈ നാടിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായൊരു പ്രശ്നത്തിന് പരിഹാരം സ്വന്തം മാതൃകയിലൂടെ ഇവർ കാട്ടിത്തരികയാണ്. ഞങ്ങൾ പുരോഹിതർ വിശ്വാസം പ്രസംഗിക്കുന്നു, എന്നാൽ ഇവരാകട്ടെ വിശ്വാസം ജീവിച്ചു കാണിക്കുന്നു.
എനിക്കൊരാശയം തോന്നുകയാണ് സഹോദരരെ. നമ്മുടെ ഇടവകളിൽ വലിയ പള്ളികളായി, പള്ളിമേടകളായി, വലിയ കെട്ടിടങ്ങളായി, സ്കൂളായി, ഒന്നോ രണ്ടോ കന്യാസ്ത്രീ മഠങ്ങളുമായി. എന്നാൽ നമുക്കിനി വേണ്ടത് എല്ലാ ഇടവകകളിലും മക്കളാൽ സംരക്ഷിക്കപ്പെടാതെ പോകുന്ന മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുന്ന ഇത്തരം വാസസ്ഥലങ്ങളാണ്. ഹാപ്പി ഹോം. മക്കൾ അവധിക്ക് വരുമ്പോൾ കൂടെ പോയി സ്വന്തം വീട്ടിൽ താമസിക്കാം. വീടില്ലെങ്കിൽ മക്കൾക്കൊത്ത് താമസിക്കാൻ ഹാപ്പി ഹോമിൽ വില്ലകളുണ്ടാവും. അച്ഛാ, ഞങ്ങളുടെ വീടിനെ ഇനി മുതൽ ഹാപ്പി ഹോം എന്ന് വിളിക്കാം. ഇത് ഹാപ്പി ഹോം ആണെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണത്? പപ്പയും മമ്മിയും കൂടുതൽ സ്നേഹിക്കണം. ഞങ്ങൾ തമ്മിൽ സ്നേഹമില്ലെന്നാണോ പറയുന്നത്? ഇത്രയും സ്നേഹിച്ചിട്ട് ഞങ്ങൾ 2 കുട്ടികളല്ലേ ഉള്ളൂ. കൂടുതൽ കുട്ടികൾ വേണമെങ്കിൽ അപ്പനും അമ്മയും കൂടുതൽ സ്നേഹിക്കണമെന്നാ ചാച്ചൻ പറഞ്ഞത്. ചാച്ചാ, ആദിയും അന്ത്യവുമില്ലാത്ത സ്നേഹത്തിന്റെ കഥയാണ് മക്കളെ കുടുംബജീവിതം. മക്കളെ, നിങ്ങൾ എപ്പോഴും പാടുന്ന ആ ദൈവകൃപയുടെ പാട്ടില്ലേ, അതൊന്നു പാടിക്കേ.